വാഗ്ദാനങ്ങൾ പാലിക്കാൻ ിടുകയും അത് അനുസരിച്ച് സ്വമേധയാ വന്ന് ഈ VD സതീശന് പിന്തുണ അർപ്പിക്കാൻ വന്ന ജനങ്ങളാണിത്, അഭിവാദ്യം അർപ്പിക്കാൻ വന്ന ജനങ്ങളാണിത്. അതുകൊണ്ട് കേരളം VD സതീശൻ തന്നെ നയിക്കണം എന്ന ആഗ്രഹമാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും. അത് വാഗ്ദാനങ്ങൾ പാലിക്കാൻ അങ്ങീ നാട് ഭരിക്കേണോ. UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്. സ്വമേധയാ വന്നുകൂടിയ ഈ ജനക്കൂട്ടം കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ VD സതീശനെ മുഖ്യമന്ത്രിയായി കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ വർഷങ്ങളോളമുള്ള കാരണമാണ് LDFന്റെ ദുർഭരണത്തിന് പരിഹാരം കാണുകയും 102 സീറ്റോടുകൂടി വൻ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ UDF അധികാരത്തിൽ വരികയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തിന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്നാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള UDFന്റെ മാത്രമല്ല ഈ നിഷ്പക്ഷരായിട്ടുള്ള പൊതുജനങ്ങൾ മുഴുവനും ആവശ്യപ്പെടുന്നത്. ഈ നമ്മുടെ VD സതീശൻ എന്ന ഈ നേതാവിനെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കണമെന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേതാവിനോടോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോടോ ആരോടും ഞങ്ങൾക്ക് ഈ ആളുകൾക്ക് വിരോധമില്ല. അവരെയൊക്കെ നേതാക്കന്മാർ എന്ന നിലയിൽ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തെ നയിക്കാൻ ഇവിടത്തെ പൊതുജനങ്ങൾ തെരഞ്ഞെടുത്തത് VD സതീശനെയാണ്. അദ്ദേഹത്തിന് അല്ലാതെ മറ്റൊരാളെയും ജനങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന ഈ കാര്യത്തിൽ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. കേരള ജനതയെ മോചിപ്പിച്ച നിങ്ങൾക്കായിരം അഭിവാദ്യം.